കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് ചാളമീനെ കഴുകുന്ന വീഡിയോയും ചാളമീനെ പൊരിക്കുന്ന വീഡിയോയും നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എനിക്ക് ചാളമീനെ കഴുകുന്ന നോക്കാം. ഈ ചാളമീൻ്റെ കുറുക്കിൻ്റെ ഭാഗത്തുള്ള മുള്ള് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെള്ള് കളഞ്ഞ് കൊടുക്കാം, ചെള്ളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല എളുപ്പത്തിൽ ചെള്ളൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അല്ലേ, ചെള്ളൊക്കെ അത് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചെളയും പൂക്കത്തൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. നമുക്കിത് മുള്ളുള്ള ചാളയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് നമുക്കിത് കത്തിരി കൊണ്ട് അതിൻ്റെ കുടലും മുള്ളൊക്കെ ഇട്ട് ചേർത്ത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചാള മീൻ നമുക്ക് 50 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ചാള മീനും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അല്ലേ, നല്ല എളുപ്പത്തിൽ തന്നെ ചെള്ളൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നതുകൊണ്ടായിരിക്കും നിറയെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പൂച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇടുന്ന സമയമാകുമ്പോൾ പൂച്ചയും കൊക്കും കാക്കയൊക്കെ വരാറുണ്ട് കേട്ടോ. നമുക്കിവിടെ നമ്മുടെ മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മീനായിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ. നമ്മുടെ മീനൊക്കെ കഴുകി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീൻ പൊരിക്കാനായിട്ട് മീനൊന്നും വരഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ കുറുക്കിലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമുക്ക് 2 സൈഡ് അങ്ങനെ പോറെടുക്കാം. അതുണ്ടല്ലേ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് മസാല നന്നായിട്ട് പിടിക്കാനായിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഇത് പോറെടുക്കുമ്പോഴത്തേക്ക് മസാല നന്നായിട്ടൊക്കെ പിടിച്ച് കിട്ടും. അപ്പം നമുക്ക് ബാക്കിയുള്ള മീനും അതേപോലെ ഒന്ന് പോറെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്ത് കൊടുക്കാം. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വരവി കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് പൊരിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊരിക്കാനായിട്ട് പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് പാത്രം ചൂടാകുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കത് മീനൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ അടിക്കടിക്കുമ്പോൾ നമുക്ക് എന്ത് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. കണ്ടില്ലേ, നമുക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട് മീനെ. മീനൊക്കെ ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മത്തി ഫ്രൈ. മീൻ ഇതാ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല എളുപ്പത്തിൽ ഒന്ന് തിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, പൊടിയാതെയൊക്കെ ആയിട്ട്. നമുക്കിന്ന് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നമ്മുടെ ചാള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാള മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചാളമീൻ സൂപ്പറല്ലേ, ചൂടോടെ കഴിക്കണമെങ്കിൽ അതിവിടെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് കഴിച്ചിട്ട് പറയാൻ വിചാരിച്ചേ. നല്ല കുഞ്ഞു മത്തിയാണ് കേട്ടോ, കഴിക്കാൻ അടിപൊളി, നല്ല ടേസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യില്ല.